മുണ്ടൂരിൽ യുവാവിനെ അയൽവാസി തലക്കടിച്ചു കൊലപ്പെടുത്തി. മുണ്ടൂർ സ്വദേശി മണികണ്ഠനാണ് കൊല്ലപ്പെട്ടത്. രാത്രി മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതക കാരണമെന്ന് പോലീസ്. അയൽവാസിയെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, രാവിലെ തന്നെ ഓരോരോ അക്രമ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് നിന്നും സമാനമായ ഒരു വാർത്ത വരുന്നു. ആരാണ് പിടിയിലായിരിക്കുന്നത് ഈ മണികണ്ഠനെ കൊലപ്പെടുത്തിയ കേസിൽ? മണികണ്ഠനെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ വിനോദിന്റെ സഹോദരനുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പോലീസ് പറയുന്നത് മണികണ്ഠനും അയൽവാസിയായ വിനോദും സഹോദരനും എല്ലാം തന്നെ സാധാരണഗതിയിൽ രാത്രി കാലങ്ങളിൽ മദ്യപിക്കാറുണ്ടായിരുന്നു. മദ്യപിക്കുന്ന സമയത്ത് ഇവർ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതും നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഒടുവിൽ അക്രമത്തിലേക്കും മണികണ്ഠന്റെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന സംഭവത്തിലേക്കും മാറിയിട്ടുള്ളത്. സംഭവം നടന്ന ഉടൻ തന്നെ മണികണ്ഠന്റെ വീടിന്റെ മുറ്റത്ത് വെച്ച് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പ്രദേശവാസികളാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ രണ്ടുപേരെയും, അയൽവാസിയായ വിനോദിനെയും വിനോദിന്റെ സഹോദരനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.